ദേവരാജാവായ ഇന്ദ്രന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടമായിരുന്നു അദ്ദേഹത്തിന് വജ്രായുധം ലഭിക്കുന്നത്. വിശ്വരൂപൻ എന്ന പുരോഹിതനെ വധിച്ചതിന്റെ പേരിൽ ഇന്ദ്രനോട് പക്തോന്നിയ വിശ്വരൂപന്റെ പിതാവായ തുഷ്ടാവ് എന്ന മഹർഷി തപസ്സിന്റെ ശക്തിയാൽ ഇന്ദ്രനെ വധിക്കാൻ കഴിയുന്ന ഒരു അതിശക്തനായ അസുരനെ സൃഷ്ടിച്ചു. ആ അസുരനാണ് വൃത്രാസുരൻ. വൃത്രൻ ഒരു പ്രത്യേക വരം ലഭിച്ചിരുന്നു. മരം, ലോഹം, കല്ല് എന്നിങ്ങനെയുള്ള സാധാരണ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ആയുധങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നിലവിലുള്ള മറ്റു ആയുധങ്ങൾ കൊണ്ടോ അവനെ വധിക്കാൻ കഴിയുമായിരുന്നില്ല. അതിമാനുഷിക ശക്തിയും മായാജാലവും ഉണ്ടായിരുന്ന വൃത്രാസുരൻ ദേവലോകത്തെ ആക്രമിക്കുകയും ഇന്ദ്രനെയും മറ്റ് ദേവന്മാരെയും എളുപ്പത്തിൽ പരാജയപ്പെടുത്തുകയും ചെയ്തു. ദേവലോകം വൃത്രന്റെ അധീനതയിലാകുമെന്ന ഭയം വന്നപ്പോൾ നിസ്സഹായരായ ദേവന്മാർ ബ്രഹ്മാവിന്റെ അടുക്കൽ സഹായത്തിനായി അഭയം തേടി. ബ്രഹ്മാവ് ദേവന്മാരോട് പറഞ്ഞു, ലോകത്ത് മഹർഷിയായ ദധീചിയുടെ അസ്ഥികൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആയുധത്തിന് മാത്രമേ വൃത്രാസുരനെ വധിക്കാൻ കഴിയൂ. കാരണം തപസ്സിന്റെ ബലം കൊണ്ട് അദ്ദേഹത്തിന്റെ അസ്ഥികൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ലഭിച്ചിരിക്കുന്നു. ഇതറിഞ്ഞ ഇന്ദ്രനും ദേവന്മാരും ഉടൻ തന്നെ ദധീചി മഹർഷിയെ സമീപിച്ചു. ലോകരക്ഷയ്ക്കായി മഹർഷി തന്റെ ജീവൻ ത്യജിച്ച് അസ്ഥികൾ വിട്ടുനൽകണമെന്ന് ഇന്ദ്രൻ കണ്ണീരോടെ അഭ്യർത്ഥിച്ചു. ലോകത്തിന്റെ നന്മയ്ക്കായി തന്റെ ജീവൻ ബലിയർപ്പിക്കാൻ മഹർഷിക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. അദ്ദേഹം യോഗനിദ്രയിലിരുന്ന് തന്റെ ദേഹമുപേക്ഷിച്ച് അസ്ഥികൾ ദേവന്മാർക്ക് നൽകി. മഹർഷിയുടെ ഈ ത്യാഗത്തിൽ ദേവന്മാർ അദ്ദേഹത്തെ വണങ്ങി. ദധീചി മഹർഷിയുടെ അസ്ഥികൾ വിശ്വകർമാവിന്റെ കൈവശം നൽകപ്പെട്ടു. വിശ്വകർമാവ് ആ അസ്ഥികളുടെ ദിവ്യശക്തി മുഴുവൻ ഉൾക്കൊണ്ട് ഇടിമിന്നലിന്റെ രൂപത്തിലുള്ള ഒരു ശക്തമായ ആയുധം നിർമ്മിച്ചു. അതാണ് ദേവന്മാരുടെ ഏറ്റവും വലിയ ആയുധമായ വജ്രായുധം. വജ്രായുധം ലഭിച്ചതോടെ ഇന്ദ്രൻ ശക്തി വീണ്ടെടുത്തു. അദ്ദേഹം വൃത്രാസുരനുമായി ഘോരമായ യുദ്ധം ചെയ്യുകയും അവസാനം മഹർഷിയുടെ ത്യാഗത്തിന്റെ ശക്തി ഉൾക്കൊണ്ട വജ്രായുധം ഉപയോഗിച്ച് വൃത്രാസുരനെ വധിക്കുകയും ചെയ്തു. ഇപ്രകാരം ഒരു മഹർഷിയുടെ അതിമഹത്തായ ത്യാഗം കാരണമാണ് ദേവരാജാവായ ഇന്ദ്രൻ ലോകരക്ഷയ്ക്കായി വജ്രായുധം ലഭിച്ചത്.